ഇത് കണിക്കൊന്നയല്ല, കെണിക്കൊന്നയാ. സൈക്കോ കണിക്കൊന്ന. ഈ ചിരിയിലൊന്നും ഞാൻ പേടിക്കില്ല. ഞാൻ പറയും ഇത് കെണിക്കൊന്ന തന്നെ. ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എഡിറ്റർ ട്രാൻസ്ലേഷൻ ഇടൂ. ഈ കണിക്കൊന്ന സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നത് വിഷുവിന് കണി ഒരുക്കാനാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ഇതൊരു കഥയായതുകൊണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിഞ്ഞുകൂടാ. പോരാത്തതിന് ഇതാ ചാറ്റ് GPT പറഞ്ഞു തന്ന കേട്ടോ. അപ്പോൾ നരേറ്റർ പ്ലീസ് സ്റ്റാർട്ട്. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൃഷ്ണഭക്തൻ താമസിച്ചിരുന്നു. അയാൾ വളരെ പാവപ്പെട്ടവനായതുകൊണ്ട് കണിയൊരുക്കാൻ പണമോ സ്വർണമോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ വീട്ടിൽ നിന്ന മരത്തിൽ നിന്ന് മഞ്ഞപ്പൂക്കൾ പറിച്ച് കണി വെച്ചു. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ കൃഷ്ണൻ അയാൾക്ക് സമ്പത്തും സമൃദ്ധിയും നൽകി. അയാൾ അന്ന് കണിവെച്ച പൂവാണ് കണിക്കൊന്ന, അഥവാ ഇന്നത്തെ സൈക്കോ കണിക്കൊന്ന. അങ്ങനെയാണ് എല്ലാവരും വിഷുവിന് കണിയൊരുക്കാൻ കണിക്കൊന്ന ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഒരു കഥ. നമ്മുടെ പ്രശ്നം ഇതല്ലല്ലോ. വിഷുവിനൊഴികെ എല്ലാ സമയത്തും കണിക്കൊന്ന പൂത്ത് നിൽക്കാറുണ്ട്. വിഷു ആയി കഴിഞ്ഞാലും മഷിയിട്ട് നോക്കിയാൽ പോലും ഇതിനെ കാണാനും പറ്റില്ല. ഇപ്പോൾ ആണെങ്കിൽ മാർച്ച് മാസമാണ്. നിങ്ങൾ എങ്ങോട്ട് വേണേലും നോക്കിക്കോ, മുഴുവൻ സ്ഥലത്തും കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കാണാം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എപ്പോഴും ഈ കണിക്കൊന്നയല്ല സൈക്കോ, വേറൊരു സൈക്കോ ഉണ്ട്. ചില സമയത്ത് വിഷുവിന് ഒരാഴ്ച മുമ്പ് സാറ് കുറച്ച് പൂവൊക്കെ ഇങ്ങനെ വെച്ചേക്കും നമുക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് ആ സൈക്കോ വരും. ആരാണെന്നറിയോ? മഴ സാർ വന്നൊരു പെയ്ത്തങ്ങ് പെയ്യും. ആകെയുള്ള 10 പൂ അതങ്ങ് കൊഴിഞ്ഞും പോകും. ഇത് ഇവനിവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി കണിക്കൊന്ന കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടുകാരെല്ലാം എൻ്റെ മണ്ടയ്ക്കോട്ട് കയറും. ഇനി പോയിട്ട് വല്ല ഓണത്തിനും വരും. കണിക്കൊന്ന ചൂടുകാലത്ത് മാത്രമേ പൂക്കത്തുള്ളൂ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ചൂടിന് കുറവൊന്നുമില്ല. ഇനി ഏപ്രിലിലെ വിഷു മാർച്ചിലോട്ട് മാറ്റിയാലോ? ഇനി ഇവൻ വിഷു മാർച്ചിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് വല്ല സമരവും ചെയ്യൂ. മോഡേൺ പ്രോബ്ലം നീഡ്സ് മോഡേൺ സൊല്യൂഷൻ എന്നാണല്ലോ. ഇപ്പോഴേ ആളുകൾ പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ടാണ് കണി കാണുന്നത്. ഇനി ഭാവിയിൽ അത് തുടരുമായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഫ്യൂച്ചറിൽ റോബോട്ടുകളൊക്കെ എങ്ങനെ വിഷു ആഘോഷിക്കുമോ എന്തോ. ഇനി നിങ്ങൾ പറയുക ഗൈസ്, ഈ വിഷുവിന് കണി വെക്കാൻ കണിക്കൊന്ന കിട്ടുമോ, അതോ പ്ലാസ്റ്റിക് പൂ നോക്കേണ്ടി വരുമോ? Kenny's home.